വി ജോയിയെ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് വി ശിവൻകുട്ടി. ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിൽ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ച് ഒറ്റക്കെട്ടായി വി ജോയിയെ തിരഞ്ഞെടുത്തത്. യാതൊരു അതൃപ്തിയും ഇല്ലെന്നും യോഗത്തിനെത്താതിരുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പാർട്ടി ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനയുണ്ട്, ജനാധിപത്യമുണ്ട്, ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് ഒരു സെക്രട്ടറി എടുക്കുന്നത്. ആ നടപടിക്രമങ്ങൾ പരിപൂർണമായി പാലിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. AG's ഓഫീസിന് മുന്നിൽ നടക്കുന്ന SFI രാപ്പകൽ സമരവേദിയിൽ വി ശിവൻകുട്ടിയും വി ജോയിയും എത്തി. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ഈ വി ജോയിയെ ജില്ലാ സെക്രട്ടറിയെ നിയമിക്കുന്നതിൽ ശിവൻകുട്ടിക്കുണ്ടായ ഒരു അതൃപ്തി അത് പ്രകടമാണ്. അപ്പോഴും ഇന്ന് ഇവിടെ SFIയുടെ രാപ്പകൽ സമരവേദിയിൽ രണ്ടുപേരും ഒരുമിച്ചെത്തിയതും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ജില്ലി MLA ആയിരിക്കുന്ന സമയത്താണ് വി ജോയി CPMന്റെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി ആവുന്നത്. പിന്നീട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതിനാൽ തന്നെ 2 പദവികൾ ഒരാൾക്ക് വഹിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് വി ജോയി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് റഹീം MP താൽക്കാലിക സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തി. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വി ജോയി വർക്കിൽ നിന്ന് വീണ്ടും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നു, ഈ വി ജോയി തന്നെ തുടരുമോ അതോ പുതിയ സെക്രട്ടറി വരുമോ എന്നുള്ളത്. എന്തായാലും അത് ഇന്നലെ അടക്കം കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അടക്കം ചർച്ച ചെയ്തു. അങ്ങനെ വി ജോയി തുടരാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് നടന്ന സെക്രട്ടറിയിൽ നിന്നും ഈ ജില്ലാ സെക്രട്ടറിയിൽ നിന്നും വി ശിവൻകുട്ടി പങ്കെടുത്തില്ല. അതിന് ഇത്തരത്തിൽ വി ജോയിക്ക് 2 പദവി നൽകുന്നത്, ജില്ലാ സെക്രട്ടറി ആയിട്ടും MLA ആയും പദവി നൽകുന്നതാണ് അത്തരത്തിൽ അതിർത്തി കാരണം എന്നുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ഈ വി ജോയി തന്നെ അതിനോട് പ്രതികരിച്ചത് ഈ പനിയായതിനാലാണ് സഖാവ് പങ്കെടുക്കാത്തത്, ശിവൻകുട്ടി പങ്കെടുക്കാത്തത് എന്നുള്ള കാര്യമായിരുന്നു പ്രതികരിച്ചത്. ഇതിൽ ഒരു വിശദീകരണം നൽകിയപ്പോഴാണ് തനിക്കൊരു അതിർത്തിയും ഈ ജില്ലാ സെക്രട്ടറിയായി വന്ന വി ജോയിയുടെ കാര്യത്തിൽ ഇല്ല എന്ന് വി ശിവൻകുട്ടി പ്രതികരിച്ചത്. വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് താൻ പങ്കെടുക്കാത്തത്. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് പറയാറുണ്ട്. പക്ഷേ തനിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചോദിച്ചിരുന്നു സഖാവിന് ശിവൻകുട്ടിക്ക് എന്ത് തരത്തിലുള്ള താല്പര്യം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. തനിക്ക് അത്തരത്തിൽ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ വലിയ സ്ഥാനങ്ങൾ വഹിച്ചൊരു വ്യക്തിയാണ്. അതിനാൽ തന്നെ വി ജോയി സെക്രട്ടറി ആകുന്നതിൽ എല്ലാവിധ യോജിപ്പും ഉണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ തനിക്ക് പനിയായിരുന്നില്ല, ചില അസുഖങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ പനിയായിരുന്നില്ല എന്നുള്ള വി ജോയി പറഞ്ഞ പനിയായിരുന്നു എന്നുള്ള കാര്യത്തെ അദ്ദേഹം തള്ളുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വി ശിവൻകുട്ടിയുടെ അതൃപ്തിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരികയായിരുന്നു. എന്തായാലും അത്തരത്തിൽ അതൃപ്തി ഇല്ല എന്നുള്ള കാര്യമാണ് ശിവൻകുട്ടി പറയുന്നത്. ശരി, ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.